നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ കഴിഞ്ഞ ദിവസം കുട്ടി സഖാക്കൾ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജ് മെറ്റ അങ്ങ് പൂട്ടിക്കൊടുത്തു. അത് നമ്മുടെ കുറച്ച് കുട്ടികളുടേതായിരുന്നു. കോഴിക്കോട് നിന്നുള്ള കുറച്ച് കുട്ടികൾ അവരവരുടെ പാർട്ടി ഓഫീസ് പരിചയപ്പെടുത്തുന്നതും അതിനുശേഷം ആ മെറ്റ പൂട്ടിയതിന് ശേഷം ഇവിടെ പിണറായി വിജയൻ എന്ത് ചെയ്തു, അവരെ വീഡിയോ കോൾ ചെയ്തിട്ട് പിണറായി വിജയൻ അവരുമായിട്ട് സംസാരിക്കുകയും അവർ ലാൽ സലാം സഖാവേ എന്ന് പറയുകയും അവരെ പരിചയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു പുതിയ തലമുറയിൽ ഒരു പുതിയ ഉദയമുണ്ടാകുന്നു, പുതിയ തലമുറയിൽ സഖാക്കന്മാർ വീണ്ടും ഉണ്ടായി വരുന്നു എന്ന് പറയുന്ന ഒരു വലിയ തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ എന്താ പറയുക, പുതിയൊരു ആശ അല്ലെങ്കിൽ പുതിയൊരു പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കുട്ടികൾ പോലും ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തെ വ്യക്തമായി കാണുകയും ആ ചുവപ്പിനോട് അല്ലെങ്കിൽ ഇടത് രാഷ്ട്രീയത്തോട് അവർ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, ഒരു LKG പഠിക്കുന്ന ഒരു കുട്ടി ഒരു പ്രസംഗം നടത്തിയിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഗംഭീര പ്രസംഗം. ഒരു കുട്ടി, LKG-കാരനായ ഒരു കുട്ടി പ്രസംഗിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു പ്രസംഗമായിരുന്നു. അതിൽ ആ കുട്ടി ഊന്നി പറഞ്ഞിരിക്കും. അതുപോലത്തെ കുട്ടികളാണ് നമുക്ക് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മതേതരത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും വരും ഭാവിയിൽ. അവർക്ക് നമ്മുടെ ജനാധിപത്യത്തെക്കുറിച്ച് അവരോട് ഒരുപാട് വാചാലരാവേണ്ട ആവശ്യമില്ല. അവർക്ക് ജനാധിപത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ എല്ലാ മനുഷ്യരും തുല്യരായി ജീവിക്കുന്ന, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. അവിടെ മതമോ ജാതിയോ പണമോ ഒന്നും അതിനൊരു വിഘാതം സൃഷ്ടിക്കാൻ പാടില്ല എന്ന ഉദാത്തമായ ഉത്തമമായ ഒരു ചിന്താഗതി പ്രചരിപ്പിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു ആ കുട്ടി നടത്തിയത്. ഗംഭീര പ്രസംഗം. അതിൽ കൊച്ചുകുട്ടി അത്ര ഭംഗിയായി പ്രസംഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ കുട്ടി ഒരു മുസ്ലിം കുട്ടിയാണ്. അതായത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ സിയാൻ എന്ന് പറയുന്ന കുട്ടി, ആ സിയാനാണ് ശരിക്കും ആ കുട്ടി സഖാവ് എന്ന് പറയുന്ന ആളായിട്ട് വരുന്നത്. പിണറായി ചോദിക്കുന്നുണ്ട് അത് പൂട്ടിയോ കുഴപ്പമൊന്നുമില്ല. അപ്പം ചില മാധ്യമപ്രവർത്തകരും ചെന്നിട്ട് വിഷമം തോന്നുന്നുണ്ടോ, കരച്ചിൽ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്ക് അറിയാം ഇതൊരു പ്രസ്ഥാനമാണെന്നും ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ചിന്ത ആ കുട്ടികൾക്ക് ഉണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ എന്താണ് വൈകിയത് എന്ന് ചിന്തിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ സത്യത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കെതിരായി എന്തുകൊണ്ട് സംസാരിക്കാൻ വന്നില്ല എന്ന് പറയുന്ന ഒരു ആശങ്ക നമ്മുടെ എല്ലാം ഉള്ളിൽ ഉണ്ടായിരുന്നു. അവരാരും ഒന്നും പറഞ്ഞില്ലല്ലോ, ഈ കുട്ടികൾ മോശക്കാരാണെന്ന് ഇവരാരും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് സിയാൻ എന്ന് പറയുന്ന ആ കുട്ടിയെക്കുറിച്ച്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഒരു സമസ്ത, AP വിഭാഗം സമസ്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ലേഖനം എഴുതുകയുണ്ടായി. അപ്പം അവർ പറയുന്നതെന്നറിയാമോ, അതോടൊപ്പം തന്നെ ഇവനെ കുട്ടിയാക്കുക എന്നുള്ളതാണ്. അതായത് ഇവനെ കുട്ടി ആക്കി തന്നെ ഇവനെ നിലനിർത്തണം സിയാനെ എന്നുള്ളതാണ്. അപ്പോൾ പറയുന്നതാണ് മെറ്റ പൂട്ടിയത് അവരുടെ, അതിനകത്ത് വളരെ രസകരമായി പറയുന്നൊരു കാര്യം അതാണ്. മെറ്റ പൂട്ടിയത് അവരുടെ കുട്ടി സഖാവ് എന്ന അവരുടെ തീരുമാനമാണെന്നും സിയാന്റെ കവളിൽ കുത്തി കരയിക്കാതെ മുതിർന്നവർ ഇവനെ ഇക്കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്നും സമസ്ത അറിയിക്കുന്നുണ്ട്. ഇതാണ് മനസ്സിലാകാത്തത്. ഇവിടെ എന്താണ് പ്രശ്നം? അവൻ്റെ ഒരു രാഷ്ട്രീയമാണോ, അവൻ അതിനോട് താല്പര്യമുണ്ട്. സിയാൻ എന്ന് പറയുന്ന കുട്ടിക്ക് അതിനോട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് താല്പര്യമുണ്ട്, രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആ കുട്ടി രാഷ്ട്രീയമേ പറയൂ. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ. അതിന് ഉപദേശം, മാതാപിതാക്കൾ കൊടുക്കുന്ന ഉപദേശമുണ്ട്. സിയാനെ മാധ്യമത്തിൽ വിൽക്കാൻ വെച്ചത് മാതാപിതാക്കളാണെങ്കിൽ തിരുത്തണം. എന്ത് തിരുത്താൻ? നവമാധ്യമത്തിൽ വിൽപ്പനയ്ക്ക് വെക്കേണ്ട ആവശ്യം എന്താണ് ഒരു കുട്ടിയെ? അങ്ങനെയല്ലല്ലോ. അത് എന്താണ് അവൻ പരിചയപ്പെടുത്തിയ എന്താണ്, ആ കുട്ടി മുതിർന്നവരുണ്ടെന്ന് തന്നെ വെച്ചോളൂ. അവരുടെ ഇടതുപക്ഷ ആയ്വിനനുസരിച്ച് ആ കുട്ടികൾ വളർന്നു വരികയാണ്. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരു ഇടതുപക്ഷ ചിന്താഗതിയോട് കൂടിയുള്ള ഒരു കുടുംബത്തിൽ ഒരു കുട്ടി പിറന്നാൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ കേൾക്കുന്നതും കാണുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും മനുഷ്യത്വമാണ്, ഇടതുപക്ഷത്തിൻ്റെ മനുഷ്യത്വമാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെ അവൻ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നമുക്ക് ഒരുപാട് നേതാക്കന്മാർ നമുക്കറിയാം. ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരു ജീവസുറ്റ് നമ്മുടെ കൺമുമ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത്തരക്കാരെ പറഞ്ഞു തിരുത്തുക പാടാണ്. അപ്പോൾ സിയാനെ ആഘോഷിച്ച അശോകൻ ചെരുവിൽ മുതൽ പിണറായി വിജയൻ വരെ ഷെയർ എൻഡിങ് എന്ന വാക്ക് എഴുതി പഠിക്കണം എന്നാണ് അവരുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലേഖനത്തിൽ അവർ പറയുന്നത്. അതായത് റിസാല എന്ന് പറയുന്ന അവരുടെ ഒരു മാഗസിൻ ഉണ്ട്. റിസാലയിൽ പറയുന്നത് അങ്ങനെയാണ്. അതായത് സിയാനെ ആഘോഷിച്ച അശോകൻ ചെരുവിൽ മുതൽ പിണറായി വിജയൻ വരെ ഷെയർ എൻഡിങ് എന്ന വാക്ക് എഴുതി പഠിക്കണം. സിയാൻ എന്ന 13കാരന്റെ ഭാഷണത്തിൽ നിറയുന്ന അകാല മുതിർച്ച പരിഹരിക്കപ്പെടേണ്ട വൈകല്യം പോലുമാണ്. എത്ര നികൃഷ്ടമായിട്ടാണ് അതിനെ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടി
അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയത്തെയും അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ബോധത്തെയും അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന പൊതുബോധത്തെയും, അവന് 13 വയസ്സ് പ്രായമുണ്ടെന്നേ, 13 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ്. അവന് ചിന്താശേഷി വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ എവിടെ വിശ്വസിക്കണം, അവൻ ഏതിലാണ് വിശ്വസിക്കേണ്ടത്, അവൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കണം, അവൻ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കണം, അവൻ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു തുടക്കം അവനുള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതവൻ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാതെ അവനെ കൊണ്ട് അതും അകാല മുതിർച്ച പരിഹരിക്കപ്പെടേണ്ട വൈകല്യമാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. അത് തെറ്റാണ്. എങ്ങനെയാണ് ഇത് അകാല മുതിർച്ചയാവുന്നത്? അവൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അവൻ 13ാമത്തെ വയസ്സിൽ അവൻ അത് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മെച്യൂരിറ്റി കൈ വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. അതിനെ അകാല മുതിർച്ച എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിക്കാൻ പാടില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തശ്ശനെ കൊലപ്പെടുത്തിയ 13 വയസ്സുകാരി കുട്ടിയുണ്ട്. അതിനെ അപ്പോൾ നിങ്ങൾ എന്ത് പറയും? അതിനെ എന്ത് പറയും? അപ്പോൾ ഇവിടെ അകാല മുതിർച്ച എന്ന് പറയാൻ പറ്റില്ല. അവൻ അവൻ്റെ രാഷ്ട്രീയത്തെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ, മനസ്സിലാക്കാൻ അവന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താണ്? കൃത്യമായ ശിക്ഷണത്തിലൂടെ സിയാൻ കുട്ടിയാവേണ്ടതുണ്ട്. എന്തിന്? സിയാൻ എങ്ങനെ കുട്ടിയാവണം? ഇവിടെ മതം പഠിച്ചാൽ മാത്രമേ കുട്ടിയാകാൻ കഴിയുകയുള്ളൂ. സിയാൻ കുട്ടിയാവണമെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാമല്ലോ, ഇവിടുത്തെ ഒരു വലിയ മന്ത്രിയുണ്ട്, KM ഷാജി. ഇപ്പം ഇത് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണല്ലോ, നമുക്ക് തദ്ദേശ സ്വയംഭരണം. അദ്ദേഹം പറഞ്ഞത് മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞു പഠിപ്പിച്ച, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുള്ള അത്തരം സംഘടനകളോട് ഇടത് രാഷ്ട്രീയത്തിന് നോ പറയാൻ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടിയായി ഇവിടെ സിയാൻ മാറേണ്ടതില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. അല്ലെങ്കിൽ ഇടതുപക്ഷം ചിന്തിക്കുന്ന അങ്ങനെയാണ്. അങ്ങനൊരു കുട്ടിയായി മാറേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അകാല മുതിർച്ചയല്ല, അവൻ്റെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതെ പോയിട്ടുള്ളത്. അത് അവനുണ്ട് എന്ന് കരുതുന്നത് വളരെ നല്ല കാര്യമാണ്. അതൊരു വൈകല്യമായി ഒരിക്കലും കാണാൻ കഴിയില്ല. അപ്പം കൃത്യമായ ശിക്ഷണത്തിലൂടെ എന്നാണ് പറയുന്നത്. എന്ത് ശിക്ഷണം? അവൻ ആരെയും പൊതുമധ്യത്തിൽ ഇരുന്നു കൊണ്ട് തെറി പറഞ്ഞിട്ടില്ല. ഇവിടെ തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവൻ്റെ ചാനലിൽ കയറി ഇരുന്നു കൊണ്ട് ലൈവ് സ്ട്രീമിംഗ് നടത്തി കോടികളുണ്ടാക്കി തെറി പറഞ്ഞിട്ട്. അതുപോലെ അവൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് തെറി പറയില്ല. എന്തേ നിങ്ങളാരും ആ യൂട്യൂബർക്കെതിരെ പ്രതികരിച്ചില്ല? അവൻ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ സമൂഹ നീതിക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് സമസ്ത അടക്കമുള്ള ഈ പറയുന്ന മുസ്ലിം സംഘടനകൾ പ്രതികരിച്ചില്ല? അപ്പോൾ എന്താ, ഇവൻ തെറിയല്ലല്ലോ പറഞ്ഞത്. സിയാൻ എന്ന് പറഞ്ഞ കുട്ടി തെറിയല്ല പറഞ്ഞത്. അവൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. മെറ്റപ്പൂട്ടി അവനെ പിണറായി വിജയൻ വിളിക്കുന്നു, പി ജയരാജൻ സഖാവ് അതേ പിന്നെ അവനെ പോയി കാണുന്നു. റിയാസും പിണറായി വിജയനും അവന് കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് ഇവരുടെ ഒന്നും തലയ്ക്കകത്തല്ലാത്ത വേറെ എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതമാണ് 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 പ്രശ്നം എന്നല്ല കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. മനുഷ്യത്വം മനുഷ്യത്വം മനുഷ്യത്വമാണ് വേണ്ടത് എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. അതിനെ അങ്ങനെ ചിന്തിക്കുന്നവരെ അകാല ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അകാല മുതിർച്ച എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പം ചെങ്കൊടിയും ആ കൊടി പേർന്ന രാഷ്ട്രീയവും ഒരു 13കാരൻ്റെ വ്യവഹാര വിഷയമല്ല. അതേ, ഈ നാട്ടിലെ ഓരോരുത്തരുടെയും വ്യവഹാര വിഷയം തന്നെയാണെന്ന് ചെങ്കൊടി. അത് മനസ്സിലാക്കാൻ ഈ പറയുന്ന പിന്നെ ഇതിനെ രസാലയിൽ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെയാണ്. ആ ചെങ്കൊടി ഏതൊരാളുടെയും 13കാരനാവണമെന്നില്ല. വെറും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് അക്ഷരം ഉച്ചരിച്ചു തുടങ്ങുന്ന കുഞ്ഞിന് പോലും അതൊരു വികാരമായി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, അപ്പം ലേഖനത്തിൽ മുതിർന്നവർക്ക് ആർത്തുചിരിക്കാൻ കുഞ്ഞുനാവിൽ നിന്ന് വലിയ വാക്കുകൾ പുറന്തള്ളരുതെന്ന് കൂടി പറയുന്നു. എന്തെന്ന് ആർത്തുചിരിക്കാൻ? ആ കുട്ടി അങ്ങനെ പറഞ്ഞതിൽ നിന്നും യാതൊരു ആർത്തുചിരിയും ഉണ്ടാകുന്നില്ല. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ചെങ്കൊടിയുടെ ആ ഒരു വിശുദ്ധി മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടി നിൽക്കുമ്പോൾ അതൊരിക്കലും ഒരാളും ചിരിച്ചു തള്ളുന്ന കേസേ അല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഈ കുട്ടി പറയുന്നത് ഒരിക്കലും മതമാണ് 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 പ്രശ്നമെന്ന് വലിയ പിന്നെ മുതിർച്ചയുള്ള വലിയ നേതാക്കന്മാർക്ക് പൊതുവേദിയിൽ കയറിയെന്ന് പ്രസംഗിക്കാമെങ്കിൽ തീർച്ചയായിട്ടും മതബോധമില്ലാത്ത, മതമല്ല ഞങ്ങളുടെ പ്രശ്നം, എരിയുന്ന വയറിൻ്റെ കനലാണ് പ്രശ്നം എന്ന് പാടി ശീലിച്ചിട്ടുള്ള ഒരു തലമുറ ഉണ്ടാകുന്നതല്ലേ നല്ലത്. അല്ലാതെ മതത്തെ എടുത്ത് ചവറ്റുകൊട്ടയിൽ കളയേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഈ സിയാൻ എന്ന് പറയുന്ന ആ കുട്ടി നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പൊതുബോധം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.